സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകണം ഓൾറെഡി നമ്മുടെ കോയിൻ്റെ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുട്ബോൾ 2026 ഇനിയിപ്പോൾ ഏകദേശം ഒരു 13 ദിവസം കൂടിയുള്ള. അപ്പോൾ അതിൽ വരാൻ പോണ മെയിൻ പാക്കുകളും കോയിൻ്റെ കാര്യം, അതുപോലെ തന്നെ സിദാൻ്റെ പാക്ക്, ഇങ്ങനെയുള്ള അംബാസഡർ പാക്ക്, അതുപോലെ തന്നെ മാനേജറുടെ പാക്ക്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മച്ചാമാരെ, നമുക്ക് എന്തായാലും വീഡിയോ ഇട്ട് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം മച്ചാമാരെ. എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ഇട്ട് ഉഷാറാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മച്ചാമാരെ, ഓൾറെഡി നമ്മുടെ ഡോർമുണ്ട് ടീം കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയായിട്ട് വന്നിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു 2 ആഴ്ച കൂടി ഉള്ളൂ ഈ ഫുട്ബോൾ 2026 ഉറപ്പായിട്ടും കാണാൻ പോകുന്ന ഒരു പുതിയ സ്റ്റേഡിയമാണ് നമ്മുടെ ഡോർമുണ്ട് സ്റ്റേഡിയം. അപ്പോൾ എന്തായാലും മച്ചാമാരെ, നിങ്ങൾക്ക് ടീം ഒന്ന് ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ നിലവിൽ ഗൈസ് പുതിയ ലൈസൻസും കാര്യങ്ങളൊന്നും കൊനാമി ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ മച്ചാമാരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മാനേജർ കൊനാമിയുടെ മാറിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ കുറച്ച് അലിയുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇന്നലെ 300 കോയിൻ തന്നു ഗൈസ്, കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. പക്ഷെ അവർക്കത് തിരിച്ചെടുക്കാനുള്ള ഐഡിയ അവരുടെ അടുത്ത് ഉണ്ടാവും, നിങ്ങൾക്കറിയാം. അപ്പം മച്ചാമാരെ, ആദ്യം തന്നെ പറയാൻ പോകണം ഗൈസ്, ഓൾറെഡി നിങ്ങളെല്ലാവരും മാക്സിമം കോയിൻ സേവ് ചെയ്യാം മച്ചാമാരെ. കാരണം ഇനിയിപ്പം പോട്ടെ, ആദ്യം തൊട്ട് തുടങ്ങുന്നവരായാൽ പോലും നിങ്ങൾ ഡെയിലി ലോഗിൻ ചെയ്യാം മച്ചാമാരെ. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ഒരാഴ്ച ലോഗിൻ ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ച ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഒരിക്കലും കിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് 7 ദിവസം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ വെച്ചാണ് ഫസ്റ്റ് അവർ തരുന്നത്. അപ്പോൾ 10 രൂപ കിട്ടും. അടുത്ത ആഴ്ചയാണ് 50 കോയിൻ്റെ മാക്സിമം വരുന്നത്. അപ്പം അങ്ങനെ ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഈ ഒരാഴ്ച ലോഗിൻ ചെയ്യാത്തവർക്ക് അടുത്ത ആഴ്ച കിട്ടൂല. അപ്പം പുതിയ ഈ ഫുട്ബോൾ വരുമ്പോൾ ആ ഒരു പൈസ പോകും. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും കയറുക മച്ചാമാരെ. അപ്പം നമ്മുടെ ഈ ഒരു ഡോർമുണ്ടിൻ്റെ മാനേജറിൻ്റെ ഉറപ്പായിട്ടും നിക്കോ കോവോക്ക് എന്ന് പറഞ്ഞൊരു ഇത് കിടക്കുന്നുണ്ട്. അപ്പം മിക്കവാറും ഈ ഒരു ടീം ഉറപ്പായിട്ടും നമുക്കൊരു മാനേജറിന്റെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വന്ന് കഴിഞ്ഞ് നിങ്ങൾ എടുക്കുമെന്നൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം. പിന്നെ മച്ചാമാരെ, ഓൾറെഡി കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഇത് സംഭവം അവർ എഴുതുന്ന ഒരു കൺസെപ്റ്റായിട്ട് കണ്ടിട്ടാണ്. സിദാന്റെ ഒരു കാർഡ് നിങ്ങൾക്കറിയാം, ഓൾറെഡി കുറേ പേര് ആരൊക്കെയോ ഇതുപോലത്തെ ആർട്ട് ചെയ്തിട്ട് കുറേ പേര് ഇത് എന്താ പറയുക നമ്മളോടത്ത് ചോദിച്ചായിരുന്നു, ഈ ഒരു കാർഡൊക്കെ വരുമോ ബ്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പം മച്ചാമാരെ, ഇത് സംഭവം എന്താ വെച്ചാൽ, സിദാന്റെ കാർഡ് ഒരിക്കലും ഈ ഒരു 900 വരാൻ വളരെയധികം ചാൻസ് ഇല്ല. കാരണം നിങ്ങൾക്കറിയാം, പെലെയൊക്കെ 900 വന്നു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാലോ, പെലെയൊക്കെ 900 എന്തായാലും വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കൺഫേം ആയിട്ട് എല്ലാ യൂസേഴ്സും, ഞാനടക്കം നമ്മളെല്ലാവരും എടുക്കും. കോയിൻ സേവ് ചെയ്തിട്ട് നമ്മുടെ അംബാസഡർ പാക്ക് എടുക്കുന്ന പോലെ എടുക്കും. അപ്പോൾ കൊനാമിക്ക് വലിയ ലാഭമില്ല. കാരണം ഓൾറെഡി എന്താ വെച്ചാൽ, അവർക്ക് എന്താ പറയുക, നമ്മൾ കോയിൻ മേടിക്കുന്നതൊക്കെ കുറയും. അപ്പോൾ അവർ ഇപ്പോഴാണെങ്കിൽ ഓഫറും കഴിഞ്ഞു. അപ്പം അവരെന്തായാലും അങ്ങനെ ഒരിക്കലും ഈ ഒരു കാർഡ് ഇറക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. ബിസിനസ് ആണല്ലോ, അവർക്ക് പൈസ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും അവർ ഇതുപോലൊരു ടൈപ്പിലൊന്നും നമ്മുടെ ഇത്ര നല്ല കാർഡുകളൊന്നും തരാൻ നല്ല ചാൻസ് ഇല്ല. അല്ലെങ്കിൽ പക്ഷേ നല്ലൊരു എമൗണ്ട് ആയിരിക്കണം, കുറച്ചുകൂടെ നല്ല പൈസക്കൊക്കെ ആയിരിക്കും സിദാന്റെ കാർഡുകളൊക്കെ ഇടുകയുള്ളൂ. പിന്നെ ഓൾറെഡി മച്ചാമാരെ, ഇതും സംഭവം ഒരു എഡിറ്റാണ്. അതായത് ഇതാരെ കണ്ടപ്പോൾ എനിക്ക് അയച്ചു തന്നാണ്. കാരണം സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ റാങ്ക് അടിസ്ഥാനത്തിൽ നമുക്കൊരു കാർഡും അതേപോലെ തന്നെ ഇത്രയും കോയിനും കിട്ടുമെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പം മച്ചാമാരെ, ഇതും സംഭവം എഡിറ്റാണ്. അങ്ങനെയാണെങ്കിൽ കുറേ പേരൊക്കെ ഇത് ശ്രമിച്ച്, ഒന്നാമത് സ്ക്രിപ്റ്റിംഗ് ആണ്, എന്നിട്ടും ഡിവിഷൻ റാങ്കിലൊക്കെ എത്തുന്നവർ പൊളിയാണ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് അവർ എത്തുന്നവർക്കൊരു അടിപൊളിയായിരിക്കും. കാരണം കളിക്കാനുള്ള ഇത് കൂടി ഇപ്പം ഒരു എന്താ പറയുക, നമ്മൾ ഡിവിഷൻ ഒരു 3 തൊട്ട് എത്തുന്നവർക്കെങ്കിലും ഒരു 20-30 കോയിനെങ്കിലും തരികയാണെങ്കിൽ അത്രയെങ്കിലും നല്ലതാണ്. 30 പോരാ, പക്ഷെ എന്തെങ്കിലും തരികയാണെങ്കിൽ കളിക്കുന്നതിലെങ്കിലും ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. പിന്നെ മച്ചാമാരെ, നിലവിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ഇത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഫ്രീ ട്രൈ. അപ്പം ഇത് ജസ്റ്റ് ഒരു എഡിറ്റാണ്. പക്ഷെ നമുക്ക് ഇതുപോലൊരു പാക്ക് ഈ വരുന്ന ആഴ്ചയിൽ, അതായത് ഈ വ്യാഴാഴ്ചയല്ല, നമ്മുടെ അടുത്ത അപ്ഡേറ്റിന്റെ സമയത്ത് ഉറപ്പായിട്ട് ഇതുപോലൊരു ചാൻസ് ഉണ്ട്. 13 ദിവസമാണെന്ന് ഇവർ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫ്രീ ട്രൈയിൽ എടുക്കാൻ പറ്റുന്ന കാര്യമാണ്, ഉറപ്പായിട്ടും വരും. പക്ഷേ ഇത് തന്നെ കൺഫേം അല്ല, ഏതൊക്കെ പാക്കാണെന്ന് അറിയില്ല. നമ്മുടെ റോബർട്ടോ കാർലോസ് ഒക്കെ എന്തായാലും ഉണ്ടാവും, റിപ്പീറ്റഡ് ആയിട്ട് ഒലിവർ ഖാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മച്ചാമാരെ, നമ്മുടെ ഏറ്റവും മെയിൻ പോയിന്റ് ആണ് ഇത്. കാരണം ഇത് ഓൾറെഡി നമ്മുടെ ഡിസംബറിൽ എല്ലാവരും, അതായത് മിക്കവാറും കൊനാമി ഗൈസ് ഇത് തുടക്കത്തിൽ കൊണ്ടുവരാൻ നല്ല ചാൻസ് ഇല്ല. കാരണം മാച്ച് പാസ് ആണ്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മളെല്ലാവരും ഇപ്പം സേവ് ചെയ്യുന്നവരായിക്കോട്ടെ, 250 സേവ് ചെയ്തു. ആ 250 കൊടുത്താൽ നമുക്ക് 500 കിട്ടും. 500 കൊടുത്താൽ 850 കോയിൻ കിട്ടും. അപ്പോൾ മൊത്തത്തിലെല്ലാം കൂടെ ഒരു 1000-ന് മേളിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു മെത്തേഡായിരുന്നു ഇത്. പക്ഷേ ഇപ്പം കൊനാമി ഇത് ഓൾറെഡി കളഞ്ഞു. കാരണം അവരെന്താക്കി വെച്ചാൽ, ഇത് കുറച്ചിട്ട് ഇപ്പം നമ്മൾ 250 രൂപ കൊടുത്താൽ നമുക്ക് ആകെ 150 കോയിൻ കിട്ടുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നിലവിൽ എന്താ വെച്ചാൽ, എൻ്റെ ഒരു ആഗ്രഹം, ഇത് സംഭവം ഇവരെ റീസെറ്റ് ചെയ്യും. അപ്പം മച്ചാമാരെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇപ്പം 2026 ഇവർ ഈ റീസെറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി പഴയ പോലെ തന്നെ ആയിരിക്കും. കാരണം ഇത് റീസെറ്റ് ചെയ്ത് എല്ലാവരും ആ വഴി കോയിൻ എടുത്തിട്ട് വരുന്ന പ്ലേയേഴ്സിന് മേടിക്കുന്നു പറയുന്നതുകൊണ്ട് അവർ അപ്പം റീസെറ്റ് ചെയ്യില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലാണ് ഇവർ റീസെറ്റ് ചെയ്തത്. അപ്പം മിക്കവാറും ആ ഒരു ടൈം ആകുമ്പോഴേ റീസെറ്റ് ചെയ്യുള്ളൂ. അപ്പം ആ ഒരു മെത്തേഡ് റീസെറ്റ് ചെയ്യുള്ളൂ. അപ്പം മിക്കവാറും അതായിരിക്കും മച്ചാമാരെ. എന്തായാലും റീസെറ്റ് ചെയ്യാൻ വളരെ ഉപകാരമായിരുന്നു. കാരണം ഓൾറെഡി കോയിനൊക്കെ സേവ് ചെയ്തൊരു കുറേ പേരുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ നോക്കിയപ്പോൾ ഒരു സബ്സ്ക്രൈബറൊക്കെ 17,000 കോയിനാണ് മച്ചാനൊക്കെ ഒരു കൊല്ലം പാക്കൊക്കെ പൊട്ടിക്കാണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവനൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാ പാക്കും കിട്ടട്ടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറേ പേർക്ക് എല്ലാവർക്കും കിട്ടട്ടെ മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം എത്ര കോയിൻ ഇടുന്നോ, എത്ര കോയിനാണ് കുഴപ്പമില്ല. ഞാൻ എൻ്റെ അക്കൗണ്ടിലൊക്കെ 13 കോയിനൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു അക്കൗണ്ടിലാണ് ഞാനിപ്പോൾ മെയിൻ ആയിട്ട് സേവ് ചെയ്യുന്നത്. അപ്പോൾ മച്ചാമാരെ, എത്ര കോയിനും ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നലെ ലൈവ് വന്നില്ലായിരുന്നു ഓൾറെഡി മച്ചാമാരെ, രാത്രി
തൊണ്ടവേനൊക്കെ ആയതുകൊണ്ട് വന്നില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ സെറ്റാക്കാം നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ടും ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. പിന്നെ മച്ചാമാർ ഓൾറെഡി കോയിൻ ഗിയോയുടെ കാര്യം ഞാൻ എന്താ വെക്കാത്തതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ എന്താ വെച്ചാൽ ഓണത്തിനൊരു ഇച്ചിരി വലുതായിട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ചെറുതായിട്ട് കൊടുത്തിട്ട് ഒന്നത് ഓഫറും കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. അപ്പം നല്ലൊരു ഓഫർ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് സെറ്റ് ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ റിയൽ സെഞ്ചു ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാനലാണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും അടിപൊളിയായി കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.